ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരാണോ ആദ്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. നവനീത്, അഫീഫ്, ആഗ്ന, സിദ്ധാർത്ഥ്, അഭിരാം PV, മുഹമ്മദ്, അനിക S നായർ എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിന് കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നേരെ ഈ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. ഇതേപോലെ ഓരോ ചോദ്യം കഴിയുമ്പോഴും നിങ്ങൾക്കൊരു ടൈമർ ലഭിക്കുന്നതാണ്. ആ ടൈമറിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം: ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇർവിൻ പ്രഭുവാണ് ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം: ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 നടക്കുന്നതെന്ന് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. നാലാമത്തെ ചോദ്യം: ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനമാണ് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം. ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ആറാമത്തെ ചോദ്യം: ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അംബാസ് ത്യാബ്ജി ആണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഏഴാമത്തെ ചോദ്യം: ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ചൗരി ചൗര സംഭവത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. അത് നടന്ന വർഷം ഏതാണ്? 1922 ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഉത്തരം. എട്ടാമത്തെ ചോദ്യം ഇതാണ്: 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ഒന്നാം വട്ടമേശ സമ്മേളനത്തിലും രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും മൂന്നാം വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത 2 ഇന്ത്യക്കാരാണുള്ളത്. ഒന്നാമത്തേത് ഡോക്ടർ BR അംബേദ്കറും രണ്ടാമത്തേത് തേജ് ബഹദൂർ സാംപ്രു എന്നിവരാണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്ന ഒരു ചോദ്യമാണിത്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത് നമ്മുടെ സ്വദേശ് മെഗാ ക്വിസിലെ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ സമരമേതാണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ സമരമേത്?
1860 തൊട്ട് 70 വരെ നീണ്ടുനിന്ന കൂക്ക കലാപമാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ സമരം. 12ാമത്തെ ചോദ്യം, മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം ഏതാണ്? മലബാർ ലഹളയോടനുബന്ധിച്ച് മറ്റൊരു ദാരുണ സംഭവം കൂടി നടന്നിരുന്നു. 1921 അങ്ങനെ ഒരു ദാരുണ സംഭവം നടക്കുന്നത്. അതിൻ്റെ പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം വാഗൺ ട്രാജഡി. 1921 നടന്നത്. അതുകൂടി ഓർത്തു വയ്ക്കുക. 13ാമത്തെ ചോദ്യം, എൻ്റെ പൂർവികരെ പോലെ തന്നെ തോക്കുകൊണ്ടും വാളുകൊണ്ടും ഇന്ത്യയെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? എൻ്റെ പൂർവികരെ പോലെ തന്നെ തോക്കുകൊണ്ടും വാളുകൊണ്ടും ഇന്ത്യയെ ഭരിക്കും എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ പേരാണ് കഴ്സൺ പ്രഭു. 14ാമത്തെ ചോദ്യം ഇതാണ്, 1857 വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. 14ാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധ സമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു? പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗള ആയിരുന്നു. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. 16ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ റാലി നയിച്ച് പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് മരണപ്പെട്ട ധീര ദേശാഭിമാനിയുടെ പേരെന്താണ്? പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലാലാ ലജ്പത് റായ്. 17ാമത്തെ ചോദ്യം, ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയിയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു. ദണ്ഡി യാത്രയിലെ അന്നത്തെ വൈസ്രോയായ എർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നാണ്. ദണ്ഡി യാത്ര നടക്കുന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എർവിൻ പ്രഭുവാണ്. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുക. 18ാമത്തെ ചോദ്യം ഇതാണ്, ദണ്ഡി യാത്രയെ രാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആരാണ്? ദണ്ഡി യാത്രയെ രാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായ മോത്തിലാൽ നെഹ്റുവാണ്. 19ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയാവുന്ന എല്ലാവരും അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് വിജയിയായി നിങ്ങളെ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ തന്നെ ഈ വീഡിയോയിൽ 2 പ്രാവശ്യം ഇതിൻ്റെ ഉത്തരം പറയുകയുണ്ടായി. ഉത്തരം അറിയാവുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.